അവൾ പറയുന്നത് എന്നെ ഇവിടെ കയറരുത്, ഇവിടെ കയറി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ബലാത്സംഗത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ 33 വർഷം ഗൾഫിൽ നിന്നുണ്ടാക്കിയതാണ് ആ വീട്. എന്നിട്ട് എനിക്കൊരു നീതി കിട്ടൂലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? കരയണ്ട. ഒരിക്കലും നീതി ലഭിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഇനി എല്ലാവർക്കും, മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും എല്ലാം പരാതി കൊടുത്തതിന് ശേഷം സെക്രട്ടേറിയറ്റ് മുന്നിൽ പോയി നിരാഹാരം കിടന്ന് മരിക്കും എന്നാണ് മാമനോട് പറഞ്ഞത്. ഇന്നിപ്പം ചെല്ലുന്ന ഗൾഫിൽ ഇപ്പോൾ ചെല്ലുന്നവർക്ക് ഭയങ്കര സ്വർഗ്ഗലോകമാണ്. അന്ന് അതല്ല, മണലാണ് നമ്മളെ തിന്ന് കഴിക്കുന്ന. ആഹാരം കഴിച്ചാൽ അതിൽ കൂടെ മണൽ വരെ വന്ന് കയറുന്നു. നമസ്കാരം. നമ്മുടെ നിയമ സംവിധാനം സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ബസ്സുകളിൽ പോലും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക സീറ്റും ഇരിപ്പിടവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ നിയമങ്ങളൊക്കെ എന്തുമാത്രം പ്രാവർത്തികമായിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പല സീനിയർ സിറ്റിസനും ഓരോ ആനുകൂല്യങ്ങൾക്കും അല്ലെങ്കിൽ അവർ അവകാശപ്പെട്ട അവകാശങ്ങൾക്കും വേണ്ടി പോലീസ് സ്റ്റേഷനും കോടതികളും കയറി ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റുമുള്ളത്. എൻ്റെ കൂടെയുള്ളത് 78 വയസ്സുള്ള രാജേന്ദ്രൻ എന്ന ചേട്ടനാണ്. ഈ ചേട്ടൻ കിടപ്പാടത്തിന് വേണ്ടി, സ്വന്തമായിട്ട് വീടും വസ്തു ഉണ്ടായിട്ട് പോലും കിടപ്പാടത്തിന് വേണ്ടി ഇപ്പോൾ കിടക്കാൻ സ്ഥലമൊന്നുമില്ല, ഇപ്പോൾ സ്വന്തമായിട്ട് വീടും വസ്തുവുണ്ട്, എന്നിട്ട് പോലും അതിനകത്ത് പോലും കയറാൻ പറ്റാതെ വിധി ഉണ്ടായിട്ട് പോലും, എന്താ പറയുക, അദ്ദേഹത്തെ വീട്ടിൽ കയറ്റാനുള്ള വിധി ഉണ്ടായിട്ട് പോലും വീട്ടിൽ കയറാൻ പോലും കഴിയാതെ തിരിവുകൾ പോലും അരഞ്ഞു നടക്കുന്നൊരു കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. രാജേന്ദ്രൻ ഞങ്ങളോടുണ്ട്. ചേട്ടാ, എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു? മരുമകളുമായിട്ടുള്ള വിഷയമാണോ? മരുമകളുമായിട്ടുള്ള വിഷയം തന്നെയാണ്. അവൾ പറയുന്നത് എന്നെ ഇവിടെ കയറരുത്, ഇവിടെ കയറി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ്, ഇങ്ങനെ ബലാത്സംഗത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കല്ലമ്പലം പോലീസിൽ പറഞ്ഞു. പോലീസ് പറഞ്ഞു നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ നിൽക്കില്ല, ഞങ്ങൾ അവർക്ക് വേണ്ടിയേ സഹായിക്കുള്ളൂ. അത് കോടതി ഉത്തരവ്. എൻ്റെ വീട് നിൽക്കുന്നത് പൈവേലിക്കുണം എന്ന സ്ഥലത്താണ്. കല്ലമ്പലം പോലീസിന്റെ ഇതിലാണ്. അവിടെയാണ് ഞാൻ. ഒന്നുകൂടി പറയാം, ഇത് മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നൊരു കേസും കൂടിയാണ്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള വാസ്തവം ഇപ്പോഴും ഞാൻ കാണുന്നത് സ്റ്റേഷനിൽ വെച്ചാണ്. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ മരുമകൾ കയറ്റാത്ത എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ ഇതുപോലെ അവർക്ക് ഓടി വന്ന് അതിനകത്ത് താമസമായി. ഞാൻ 6 വർഷം ഒറ്റയ്ക്കാണ് അവിടെ താമസിച്ചത്. 6 വർഷം താമസിച്ച് ഭാര്യ മരണപ്പെട്ടുപോയി. 2016 ഭാര്യ മരണപ്പെട്ടുപോയി. മരണപ്പെട്ടതിന് ശേഷം എനിക്ക് അവിടെ ഞാൻ ഒറ്റയ്ക്ക് 6 വർഷം കഴിഞ്ഞ്. അതിനുശേഷം ഇവർ ഈ കൊറോണ സമയത്ത് ഓടി വന്ന് രണ്ടുപേരും കൂടെ വന്ന അതിനകത്ത് മകന് അന്നുണ്ട്, ഇപ്പോഴില്ല. അന്ന് അവരെ കൊന്ന് താമസിപ്പിച്ചിട്ട് അവനെ ഒളിപ്പിൽ താമസിപ്പിച്ചിരിക്കുകയാണ് അവർ. എന്നുവെച്ചാൽ അവർ രാഷ്ട്രീയക്കാരാണ്. അവളെ അച്ഛൻ ഒരു രാഷ്ട്രീയ നേതാവാണ്. ശൈലേന എന്നാണ് അവൻ്റെ പേര്. പിന്നെ മകള് അവളെ ഈ മെഡിക്കൽ കോളേജിലാണ് അവൾക്ക് ജോലി. അവളെ കുട്ടത്തി എന്നാണ് അവിടെ വീട്ടിൽ അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ അവളെ പേര് രജനി എന്നാണ് യഥാർത്ഥ പേര്. അവളാണ് ഈ പ്രശ്നങ്ങൾ. കോടതിയും പോലീസും ഒക്കെ പറഞ്ഞില്ലേ മാമനെ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നെ ഓർഡറും ഉണ്ട്. എൻ്റെ പക്ഷെ കയറാൻ പറ്റുന്നില്ല, കയറാൻ സമ്മതിക്കില്ല. അവള് സമ്മതിക്കില്ല. ഞാൻ അറിഞ്ഞൊരു കാര്യം, ഒരു പക്ഷേ ഈ മാമൻ വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവർ ഉടുവസ്ത്രമൊക്കെ ഉരിഞ്ഞു കളഞ്ഞതിന് ശേഷം അവർ കേസ് കൊടുക്കും, അങ്ങനെ മാമനെ ബിഷപ്പ് അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയല്ല, ഉടുപ്പ് വലിച്ച് കീറിക്കളയും. എന്നിട്ട് ഞാൻ കൊല പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുക്കും എന്നാണ് പറഞ്ഞതല്ലേ? ഞാനിപ്പോ തെരുവിൽ കഴിയുന്ന ആളാണ്. എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. തുണി കഴിയുവാനാ എനിക്കെല്ലാം നേരത്തെ ഒരു കക്കൂസി. എനിക്ക് എൻ്റെ ഒരു സൗകര്യമുണ്ട്, അത് വാൽനാപുരത്താണ്. എൻ്റെ സ്വന്തം നേരെ ഇളയതൊരു സൗകര്യമുണ്ട്. അവിടെ പോയി നിൽക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാവില്ല. ഞാൻ തൊഴിലുറപ്പിന് പോകും ഇപ്പം. അതിനെന്നെ വയ്യാത്ത അവസ്ഥയിലോ? വയ്യാത്ത അവസ്ഥയിൽ ഞാൻ പോകും. എന്നെ എല്ലാവരും കൂടെ അവിടെ ഇരുത്തിയിട്ട് അവർ ജോലി ചെയ്യും. എന്നെ അങ്ങനെ അവിടെ ആക്കി നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ആ പൈസ മേടിച്ച് തരുന്ന അവരൊറ്റ ഒരുത്തരാണ്. എനിക്ക് 10-60 പേരുണ്ട്. അവരെല്ലാം എനിക്ക് സഹകരണമാണ്. വലിയ ഇതാണ്. അവർ ഇതുപോലെ പറയും ചെയ്തു, ഞങ്ങൾ വീട്ടിൽ വന്ന് അടിച്ച് തെറിപ്പിച്ചെല്ലാം കളഞ്ഞിട്ട് അവളെ അടിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ വേണമെങ്കിൽ വന്ന് മാമനെ അവിടെ താമസിപ്പിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വിപ്ലവം കൊണ്ടൊന്നും ഞാൻ അതിന് ഒതുമില്ല. മാമൻ നീതിക്ക് വേണ്ടി ശ്രമിക്കുന്നു, നിയമത്തിനനുസരിച്ച് ജീവിക്കുന്നു. പക്ഷേ നിയമം ഇതുവരെ മാമനെ ഇതുവരെ എനിക്ക് ഒരു നിയമവും കിട്ടിയിട്ടില്ല. മോന് എനിക്ക് ചെലവിന് വരണമെന്ന് പറഞ്ഞ് കളക്ടറേറ്റിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് 2 വർഷമായി. ഇതുവരെ എനിക്ക് ഒരു നീതി കിട്ടിയിട്ടില്ല. ഒറ്റ മോനേ ഉള്ളൂ? ആര്? ഒരു മോനേ ഉള്ളൂ? അല്ല, വേറൊരു മോനുണ്ട്. ഇവിടെയാണ്, ആറ്റിങ്ങലാണ് താമസം. അവനെ കൊണ്ട് യാതൊരു നിവർത്തിയില്ല. അവൻ മൂത്ത മകനാണ്. അവൻ ഇവിടെ ഉണ്ട്. അവനെ ഗൾഫിൽ അവനെ അവൻ്റെ കൂടെയായിരുന്നു. ഇവനെ കേസിൽ കൊടുക്കുമെന്നും പറഞ്ഞ് അവൻ കയറി ഇഞ്ഞ് പോന്നു. ഇവൻ അത്ര പ്രശ്നക്കാരനാണ് അവൻ, എൻ്റെ ഇളയ മകൻ.
എൻ്റെ ഇളയ മകൻ തന്നെയാണെന്നാണ് എനിക്കൊരു സംശയം പോകുന്നത്. അങ്ങനെയൊന്നും പറയില്ല. അല്ല, ഞാൻ പറയാണ്, എൻ്റെ ആത്മാർത്ഥത ഉള്ള പോലെ ഒരു കാൽഭാഗം ഒരു ആത്മാർത്ഥത അവനുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ തെരുവ് കഴിയണ്ട, ഞാനിപ്പോൾ സുഖമായിട്ട് കഴിയേണ്ട ഒരാളാണ്. ഞാൻ 33 വർഷം ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ആ വീട്. എന്നിട്ട് എനിക്കൊരു നീതി കിട്ടൂലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? കരയണ്ട. അല്ല, അന്ന് മണലാണ്. ഇന്നിപ്പം ചെല്ലുന്ന ഗൾഫിൽ ഇപ്പോൾ ചെല്ലുന്നവർക്ക് ഭയങ്കര സ്വർഗ്ഗലോകമാണ്. അന്ന് അതല്ല, മണലാണ്. നമ്മളെ തിന്ന് കഴിക്കുന്ന ആഹാരം കഴിച്ചാൽ അതിൽ കൂടെ മണൽ വരെ വന്ന് കയറുമായിരുന്നു. AC ഒന്നുമില്ല, AC, ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. കാണാൻ വേണ്ടി വന്നതല്ലേ? അതെ. എന്നിട്ട് കണ്ടോ? കണ്ടില്ല. അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം വരുമെന്ന് പറഞ്ഞല്ലേ? അതെ. ഏതായാലും മാമൻ്റെ ഈ സങ്കടം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പത്തേമാരി എന്ന മമ്മൂട്ടിയുടെ സിനിമയാണ്. അവിടെ എത്തിയ ജീവിതകാലം മൊത്തം ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു കഥയായിരുന്നു. അതേപോലെ മാമൻ 33 വർഷം പ്രവാസിയായിരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീട്ടിനകത്ത് ഇപ്പോൾ താമസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാമൻ നിൽക്കുന്നു. നീതിയുടെ വാതിൽ മുട്ടിയിട്ട് തുറക്കുന്നില്ല. മാമൻ വിപ്ലവം ഒന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഒരുപാട് നീതിയുടെ വാതിൽ മുട്ടിയിട്ടുണ്ട്, ഇതുവരെ തുറന്നില്ല. എന്തായാലും നമ്മൾ മാമൻ്റെ കോൺടാക്ട് നമ്പർ എന്തെല്ലാം കൊടുക്കാം. മാമൻ തെരുവിലാണ് ഇപ്പോൾ. ഞാൻ കോൺടാക്ട് നമ്പർ എന്തെല്ലാം കൊടുക്കാം. അപ്പോൾ നമ്പർ എന്ന് പറയുമോ? 95 26 12 81 05. ഓക്കെ, അവരുടെ നമ്പർ എന്തായാലും മാമൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടാതെ ഞാൻ സ്ട്രിപ്പായിട്ടും കൊടുക്കാം. ഒരു പക്ഷേ മാമന് വേണ്ടത് ഒരു കിടപ്പാടം ഉണ്ട്, സ്വന്തമായിട്ടുണ്ട്. അവിടെ കയറി താമസിക്കാനുള്ളൊരു സംവിധാനമാണ് വേണ്ടത്. അത് ബന്ധപ്പെട്ട ആരെങ്കിലും അഭിഭാഷകരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും മാമനെ ഒന്ന് ബന്ധപ്പെടാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാമൻ ഒടുവിൽ എന്നോട് പറഞ്ഞത്, ഒരിക്കലും നീതി ലഭിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഇനി എല്ലാവർക്കും, മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും എല്ലാം പരാതി കൊടുത്തതിന് ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി നിരാഹാരം കിടന്ന് മരിക്കും എന്നാണ് മാമനോട് പറഞ്ഞത്. മാമൻ്റെ മറ്റൊരു പരാതിയും കൂടെയുണ്ട്. അതായത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരുമൊക്കെ പോലീസിന് കൂച്ചുവിലം കിടുകയാണെങ്കിൽ, അങ്ങനെ പോലീസിന് എന്തിനാണ് നമുക്ക് എന്നെപ്പോലുള്ള ഒരാളെ ഇങ്ങനെ തെരുവിൽ അലയാൻ വിട്ടിട്ട് ഞാൻ എന്തിനു നിങ്ങൾ ജീവിക്കണം? അല്ലെങ്കിൽ ആ ഒരു വിലം അഴിച്ചു മാറ്റണ്ടേ? സീനിയർ സിറ്റിസനായ എനിക്ക് ഈ അവസ്ഥയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? നീതിക്ക് വേണ്ടി അലയുന്ന ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയാണ് മാമൻ ഞങ്ങളോട് ചോദിച്ചത്. ആ ചോദ്യം വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനമാണ്. ഇസ്മേൽ സോണ്ടി, ക്യാമറമാൻ റജിനൊപ്പം സെയ്ത്ത് മാരാർ, സൈനിങ് ഓഫ്.